അവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യവും 12-ാം വാക്യവും ഒന്ന് വായിക്കാം. നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല, നീതി പ്രവർത്തിക്കുന്നവരൊക്കെ നീ പാവിക്കുന്നു. ഇല്ല, 3-ാമത്തെ വാക്യം വായിച്ച 3-ാമത്തെ. യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചയമുണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. സ്വർഗീയ പിതാവേ, അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പൽക്കാലത്തിന് നന്ദിയോട് സ്തുതിക്കുകയാണ്. ഈ വായിച്ച വചനത്തെ വാഴ്ത്തണമേ, ആസ്വദിക്കണമേ, ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ, അധികാരത്തിൻ്റെ ശുശ്രൂഷണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നമ്മൾ ദുഷ്ടനെക്കുറിച്ച് കുറച്ച് കേട്ടു. അദ്ദേഹത്തിൻ്റെ സമയം ചുരുക്കമായതുകൊണ്ട് കൂടുതൽ വിസ്തരിച്ചില്ല. എന്തുകൊണ്ട് ദുഷ്ടൻ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കത്തില്ല? 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദുഷ്ടൻ എന്തുണ്ട്, ഒരു ആലോചനയുണ്ട്, അല്ലേ? ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ ദുഷ്ടന് ആലോചനയുണ്ട്. 10-2 വായിച്ച്. ദുഷ്ടൻ്റെ അഹങ്കാരത്താൽ എളിയ ബന്ധം വഹിക്കുന്നു. ദുഷ്ടൻ അഹങ്കാരിയാണ്, മനസ്സിലാക്കണം. അപ്പം ദുഷ്ടൻ്റെ പ്രാർത്ഥന, ദുഷ്ടൻ എന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്തവൻ, ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ, ദൈവത്തിൽ ശരണപ്പെടാത്തവൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാത്തവനാണ് ദുഷ്ടൻ. അപ്പം ദുഷ്ടൻ എന്തുണ്ട് ഇവിടെ? 2-ാം സങ്കീർത്തനം 10-2 പറയാണ്, അവൻ അഹങ്കാരിയാണ്. ആരാണ് അഹങ്കാരി? അതിൻ്റെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവൻ നിരൂപിച്ച ഉപായങ്ങളിൽ അവൻ തന്നെ പിടിപെടട്ടെ. അപ്പം അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഉപായിയാണ്, ഉപായം നിരൂപിക്കുന്നവനാണ്. ഇനി 36-1 വായിച്ച പെട്ടെന്ന്. 36-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പം ദുഷ്ടൻ എന്തുണ്ട്? ഹൃദയത്തിൽ പാപോദ്ദേശമുണ്ട്. ദുഷ്ടന്റെ അവസ്ഥയാണ്. 37-12 വായിച്ചേ.